കെ ബഷീർ, ഏറനാട് MLA പി കെ ബഷീർ ഇതാ അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു. മുതൽ ഏറനാട് MLA ആണ്. രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ MLA ആയിരുന്നു എന്നുള്ള പ്രത്യേകത കൂടി അദ്ദേഹത്തിന് ഉണ്ട്. ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമമായി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ ഭീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പി കെ ബഷീർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഏറനാട് MLA പി കെ ബഷീർ കേരളത്തിന്റെ മന്ത്രിയായി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. 2011 മുതൽ ഏറനാടിന്റെ MLA ആണ് പി കെ ബഷീർ. 16-ലും 21-ലും അദ്ദേഹം ഏറനാട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ജനകീയ MLA എന്നുള്ള വലിയ പേര് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായും അദ്ദേഹം നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം, നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സീതി ഹാജിയുടെ മകൻ പി കെ ബഷീർ കേരളത്തിന്റെ മന്ത്രിയായി ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഈ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഏറനാട്